നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. ബാംബോളിം സ്റ്റോപ്പിൽ റോഡ് ഡിവൈഡറിൽ ക്രാഷ് ബാരിയർ സ്ഥാപിക്കും. അമിത വേഗതയാണ് അപകട കാരണമെന്ന് മന്ത്രി. ഗോവയിലെ ബാംബോളിം ചെരുവിൽ അപകടങ്ങൾ തുടർക്കഥയാക്കുന്ന സാഹചര്യത്തിൽ റോഡ് ഡിവൈഡറിൽ ക്രാഷ് ബാരിയർ സ്ഥാപിക്കാൻ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് അധികൃതർക്ക് നിർദ്ദേശം നൽകി. 2 ദിവസം മുൻപ് ടാങ്കർ ലോറിയും കാറും തമ്മിൽ നടന്ന വാഹന അപകടത്തിൽ 2 പേർ മരിച്ചതിനെ തുടർന്നാണ് ഈ നടപടി. നിലവിലുള്ള 30 സെന്റിമീറ്റർ ഉയരമുള്ള ഡിവൈഡറിന്റെ മുകളിൽ ലോഹനിർമ്മിതമായ ക്രാഷ് ബാരിയർ സ്ഥാപിക്കും. കൂടാതെ സൗരോർജ്ജ ബ്ലിങ്കറുകളും അപകട മുന്നറിയിപ്പ് ലൈറ്റുകളും സ്ഥാപിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അപകടത്തിന് റോഡിന്റെ രൂപകൽപ്പനയല്ല, മറിച്ച് അമിത വേഗതയാണ് കാരണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വാഹനങ്ങൾ അമിത വേഗതയിൽ സഞ്ചരിക്കാൻ സാധ്യതയുള്ള ഈ പാതയിൽ ടാങ്കർ ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് എതിർദിശയിൽ വന്ന കാറുമായി കൂട്ടിയിടിക്കാൻ ഇടയാക്കിയതെന്ന് അവർ വിശദീകരിച്ചു. ഈ പാതയിൽ സ്ട്രീറ്റ് ലൈറ്റ് പ്രവർത്തനരഹിതമാണെന്നും റിപ്പോർട്ടുണ്ട്. സ്പെഷ്യൽ ഇൻറ്റൻസീവ് ഡിവിഷനിൽ ആദ്യ 2 ദിവസങ്ങളിൽ 4 ലക്ഷത്തോളം ഫോമുകൾ വിതരണം ചെയ്തു. ഗോവയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേക വോട്ടർ പട്ടിക പുതുക്കൽ SIR ഡ്രൈവിന്റെ ആദ്യ 2 ദിവസങ്ങളിൽ ഏകദേശം 4 ലക്ഷത്തോളം വോട്ടർ എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തു. ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകൾ സന്ദർശിച്ച് ഫോമുകൾ വിതരണം ചെയ്യുകയും പൂരിപ്പിച്ച ഫോമുകൾ തിരികെ വാങ്ങുകയുമാണ് ചെയ്യുന്നത്. ഈ പ്രക്രിയയിൽ വീട്ടിൽ ആളില്ലാതെ വന്നാൽ ഓരോ വീടും കുറഞ്ഞത് 3 തവണ സന്ദർശിക്കണമെന്ന് BLOമാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഡ്രാഫ്റ്റ് വോട്ടർ പട്ടിക ഡിസംബർ 9 പ്രസിദ്ധീകരിക്കും. എല്ലാവരും ഡിസംബർ 4, 2025 മുൻപ് പൂരിപ്പിച്ച ഫോം സമർപ്പിക്കേണ്ടതാണ്. ഡിസംബർ 9 മുതൽ കരട് പട്ടികയുടെ പരിശോധനയും അപേക്ഷകളും എതിർപ്പുകളും സ്വീകരിക്കും. ഫെബ്രുവരി 7, 2026 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ട്രാഫിക് നിയമലംഘനങ്ങളിൽ ഹെൽമറ്റ് ഇല്ലാതെ വാഹനമോടിക്കുന്നത് മുന്നിൽ. ഒക്ടോബർ 28 മുതൽ നവംബർ 4 വരെ നടന്ന ഒരാഴ്ചത്തെ പ്രത്യേക ട്രാഫിക് എൻഫോഴ്സ്മെന്റ് ഡ്രൈവിൽ ഗോവ ട്രാഫിക് പോലീസ് 1417 നിയമലംഘനങ്ങൾ കണ്ടെത്തി. ഇതിൽ ഏറ്റവും കൂടുതൽ കേസുകൾ ഹെൽമറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുന്നതായി ബന്ധപ്പെട്ടതാണ്. ട്രാഫിക് SP പ്രബോധ് ശിവാങ്കർ പറയുന്നതനുസരിച്ച് ഈ കാലയളവിൽ 147 ഓവർ സ്പീഡിംഗ് കേസുകൾ, മോഡിഫൈ ചെയ്ത സൈലൻസറുകളുള്ള വാഹനങ്ങൾക്കെതിരെ 139 കേസുകൾ, ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനമോടിച്ചതിന് 626 കേസുകൾ, മദ്യപിച്ച് വാഹനമോടിച്ചവർക്കെതിരെ 49 കേസുകൾ എന്നിവ രജിസ്റ്റർ ചെയ്തു. പ്രധാനമായും ഓവർ സ്പീഡിംഗും മോഡിഫൈ സൈലൻസറുകളുള്ള വാഹനങ്ങളുമായിരുന്നു ഡ്രൈവിംഗിന്റെ ലക്ഷ്യം. ഇത്തരം പ്രത്യേക ഡ്രൈവുകൾ ഭാവിയിലും തുടരുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആർപോറ ബാഗ കടകളിൽ പാകിസ്ഥാൻ സിന്ദാബാദ് സന്ദേശം 8 പേർക്കെതിരെ കേസ്. ഗോവയിലെ ആർപോറ, ബാഗ എന്നിവിടങ്ങളിലെ കടകളിൽ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മെസ്സേജ് LED ഡിസ്പ്ലേ ബോർഡിൽ പ്രദർശിപ്പിച്ച സംഭവത്തിൽ 8 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ചൊവ്വാഴ്ച രാത്രി 2 കടകളിലെ LED ഡിസ്പ്ലേകളിലാണ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ തെളിഞ്ഞത്. ഡിസ്പ്ലേയിൽ മെസ്സേജ് അപ്ലോഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്യപ്പെട്ടതാകാമെന്ന് പോലീസ് സംശയിക്കുന്നു. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഗോവയിൽ അയനോർ ഖനനത്തിന് ഉണർവ്. 5 ബ്ലോക്കുകളിൽ പ്രവർത്തനം തുടങ്ങി. ഗോവയിലെ ഇരുമ്പ് ഖനന വ്യവസായത്തിന് വലിയ ഉത്തേജനം. ഷിർഗാവ്, കുഡ്നേം എന്നിവിടങ്ങളിലെ 2 പുതിയ മിനറൽ ബ്ലോക്കുകൾ കൂടി പ്രവർത്തനം ആരംഭിച്ചതോടെ സജീവമായ ഖനന ലീസുകളുടെ എണ്ണം 5 ആയി. 2024 മുതൽ ഖനനം പുനരാരംഭിച്ച വേദാന്ത, ഫെമൻഡോ റിസോഴ്സസ്, സൽഗാവുങ്കർ ഷിപ്പിംഗ് എന്നിവയുടെ ഖനനങ്ങൾക്ക് പുറമെയാണിത്. മൊത്തം 5.3 ദശലക്ഷം മെട്രിക് ടൺ വാർഷിക ഉൽപ്പാദന ശേഷിയുള്ള ഈ ഖനന ബ്ലോക്കുകൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഊർജം പകരും. മുൻപ് നിരവധി മലയാളികൾ ഈ മേഖലയിൽ ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്നു. ഗോവക്കാർക്ക് ഭൂമി വിൽപ്പനയ്ക്കില്ലെന്ന് പരസ്യം വിവാദമായി. ഗോവയിലെ മജോഡയിൽ 1200 ചതുരശ്ര മീറ്റർ ഭൂമിയും പോർച്ചുഗീസ് വീടും വിൽപ്പനയ്ക്ക് വെച്ച റിയൽ എസ്റ്റേറ്റ് പരസ്യം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. ഗോവക്കാർക്ക് ഈ ഭൂമി വിൽക്കില്ല എന്ന് പരസ്യത്തിൽ വ്യക്തമാക്കിയതാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ വിമർശനങ്ങൾക്ക് ഇടയാക്കിയത്. സൗത്ത് ഗോവ റെന്റൽസ് എന്ന പേരിലുള്ള ഫേസ്ബുക്ക് പേജിലാണ് പരസ്യം പ്രത്യക്ഷപ്പെട്ടത്. 33,000 ഫോളോവേഴ്സ് ഉള്ള പേജിൽ നിരവധി പ്രതിഷേധ പോസ്റ്റുകളും വന്നു. ഇത് ഭരണഘടനാ വിരുദ്ധവും വംശീയ വിവേചനം പ്രോത്സാഹിപ്പിക്കുന്നതുമാണെന്ന് പലരും ചൂണ്ടിക്കാണിച്ചു. വിവാദമായതോടെ പരസ്യം നീക്കം ചെയ്തു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.